ഇന്നത്തെ വീഡിയോയിൽ അനന്തുവിൻ്റെ പലതരം ചിരികളാണ് കേട്ടോ കാണുന്നത്. അനന്തുവിൻ്റെ പലതരം ചിരികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. ഹായ് ഹായ് പറയൂ. എന്താ പിന്നെ പറയുമ്പോഴേക്കും ചിരിച്ചു തുടങ്ങി. അതല്ല ചിരി വരട്ടെ. എന്താ പിന്നെ വിശേഷം? അപ്പോൾ നമുക്ക് നിന്റെ ചിരിയുടെ തുടങ്ങാം. കുറേ തരം ചിരിയുണ്ട്. ആക്കണ ചിരിയുണ്ട്, അതേ തന്നെ കളിയാക്കണ ചിരി കേട്ടോ. അത് നിങ്ങൾ ചിരിച്ച് പിന്നെ ഇത് ആലോചിച്ച് ചിരിക്കണത് ഇടയ്ക്കിടയ്ക്ക്. അയ്യോ ചുമ വന്നുട്ടാ. ചിലപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും, ഇതേപോലെ ചിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കാം എന്താടാ നോക്കിയോ. അപ്പം അതൊക്കെ ഉണ്ട്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും മുന്നേ ഉണ്ടായ തമാശ ആലോചിച്ചിട്ടാണ് ചിരിക്കുന്നത്. അപ്പം അത് മതി മതി മതി. മറ്റേ തന്നെ ആക്കണ ചിരിയായിരുന്നു. ആക്കണ ചിരി എങ്ങനെയായിരുന്നു? മതി. ഇനി ഏതാ ചിരി? അതിപ്പോ കാണിച്ചതാ. ആ അല്ല ഇപ്പന്നെ കാണിച്ചത്. അതെന്ത് ചിരിയാന്ന് എനിക്കറിയില്ല കേട്ടാ. മറ്റത് അതിൻ്റെയൊക്കെ അറിയുന്നുണ്ട് അവരെ ചിരി. അത് കാണിച്ചു തരടാ. ഇതിലേക്ക് നോക്കി കാണിക്കേ, അല്ലാണ്ട് കാണണ്ട എൻ്റെ മുഖം. എന്താ അവിടെ പോയി കിടന്ന് എങ്ങോട്ട് വാ. കമോൺ. വയ്യണ്ടയ്യ, ചിരിച്ചു വയ്യണ്ടയ്യ. അത് ചിരിച്ച് മതി 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 മതി. ഇന്ന് പുഞ്ചിരിച്ചേ. ഒന്ന് ദേഷ്യം വരുമ്പോഴത്തെ മുഖഭാവം എങ്ങനെയാ? അതാ ചുണ്ട് പിടിച്ചിരിക്കുന്നുണ്ടോ. അതാണ് ദേഷ്യം അവൻ്റെ. ഓ കുശുമ്പ് എങ്ങനെയാണ്? കുശുമ്പ് 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 കുശുമ്പ്. അതിൻ്റെ മിമിക്രിയാണ് ഇന്ന്. അതിൻ്റെ മിമിക്രി. പിന്നെ മുഖം കൊണ്ടുള്ള ആക്ഷൻ മാത്രം. നവരസങ്ങൾ. സങ്കടം എങ്ങനെയാ? അയ്യോ അയ്യോ മൂക്ക് കഴിക്കണ്ട. കോൾഡ് വന്ന കഴിഞ്ഞാ ഇനി വല്ലതും കാണിക്കാണ്ട ഇനി ഇന്നത്തെ വീഡിയോയിൽ? എന്നിട്ട് അത്ഭുതമാണോ? നല്ല ടേസ്റ്റുള്ള കറി കഴിക്കുമ്പോൾ എങ്ങനെയാ? സൂപ്പർ. സാമ്പാർ കഴിക്കുമ്പോൾ നീ ആദ്യം പറയാറുണ്ട് സൂപ്പർ എന്നൊരു നല്ല സാധനം ഇങ്ങനെ ആസ്വദിച്ച് പറയണത്. അങ്ങനെയല്ല, ആസ്വദിച്ച് പറയണത് എങ്ങനെയാ? അപ്പോൾ നമുക്ക് ഇന്നത്തെ നിന്റെ വീഡിയോ അതിൻ്റെ ചെയ്താലോ? അന്തുവിൻ്റെ മിമിക്രികൾ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൻ്റെ അത് വന്നതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെന്താ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഭഗവത്ഗീതയുടെ എന്തായി പഠിത്തം? നമ്മൾ ഭഗവത്ഗീത കോമ്പറ്റീഷന് പോകാറാവാൻ തുടങ്ങി. മുഴുവനായിട്ടില്ല. പഠിക്കാമല്ലോ. ഒരു ശ്ലോകം ഒന്ന് ചെല്ലാൻ പറ്റുമോ? പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം. ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പഠിച്ചെന്തല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ദ്വാദശോധ്യായഃ. അർജുന വിഷാദ യോഗഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേ. ഒരു മിനിറ്റ് തെറ്റി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ദ്വാദശോധ്യായഃ. ഭക്തിയോഗഃ. ശ്രീ അർജുന ഉവാച ഏവം സതതയുക്താ ഹേ ഭക്താസ്ത്വാ പര്യുപാസതേ യേ ച പ്രക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. കഴിഞ്ഞില്ലേ ഒരു ശ്ലോകം? ഓക്കെ. അപ്പം അനന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ശ്ലോകം അവൻ്റെ. ഇത് ഇപ്പോൾ ഒരു ശ്ലോകമാണോ ചൊല്ലിയത്? ഒരു ശ്ലോകം. അങ്ങനെ 20 ശ്ലോകം പഠിക്കണം അല്ലേ? 20 അധ്യായം 12. അധ്യായം 12 20 ശ്ലോകം. 7-8 ആയിട്ടുണ്ട്. പക്ഷെ അതിൽ ഇനിയും അക്ഷരസ്ഫുടത വർത്താനുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് ബൈ പറയാം. ബൈ, സി യു.